ഹായ് മക്കളെ, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഒട്ടനവധി നിങ്ങളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ കൈക്കലാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. സോ മക്കളെ, സമയം വൈകിപ്പിക്കുന്നില്ല, നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദ റിയാക്ഷൻ ഓഫ് cyanamide with dioxygen was carried out in a bomb calorimeter and delta U was found to be minus 742.7 kilojoule per mole at 298 Kelvin. Calculate the enthalpy change for the reaction at 298 Kelvin. അതായത് ഈ റിയാക്ഷൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് തന്നിട്ടുണ്ട്, എന്നിട്ട് എൻതാൽപ്പി ചേഞ്ച് കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഡെൽറ്റ യു തന്നിട്ടുണ്ട്, ഡെൽറ്റ എച്ച് കാണണം. അങ്ങനെ വന്നാൽ എൻ്റെ മക്കൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി, അല്ലെങ്കിൽ ആർ ടി ഡെൽറ്റ എൻ എഴുതിക്കോ, ഡെൽറ്റ എൻ ആർ ടി ഡെൽറ്റ എൻ. എന്താ ഫോർമുല പറഞ്ഞേ? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ആർ ടി ഡെൽറ്റ എൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കട്ടെ മക്കളെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എത്ര ഡെൽറ്റ യുടെ വാല്യൂ? മൈനസ് 742.7 കിലോ ജൂളാണ്. കിലോ ജൂളാണ്. അതിന് ഞാൻ ജൂളിലേക്ക് മാറ്റിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. മൈനസ് 742.7 എന്ന് പറയുമ്പം 700 ജൂളായി. കാരണം കിലോ ജൂളിന് ജൂളിലേക്ക് മാറ്റുമ്പോൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഒന്ന് പോയിന്റ് ഒഴിവാക്കാൻ എടുത്തു ഒരു 0, ബാക്കി 2 0. സോ മൈനസ് 742 മൈനസ് 742,700 ജൂൾസ് ആണ് അല്ലേ. പ്ലസ് അടുത്ത് പറയട്ടെ, ആറിൻ്റെ വാല്യൂ എത്രയാ? 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോളാണ്. 8.314 ആറിൻ്റെ വാല്യൂ ജൂൾ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കിലോ ജൂളിനെ ജൂളിലേക്ക് മാറ്റാനുള്ള കാരണം. അതുകൂടെ മക്കൾ മനസ്സിലാക്കുക. സോ 6 ഇൻറ്റു എത്ര? ടിയുടെ വാല്യൂ എത്രയാ? ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 298 ആണ്. സോ ടി 298 ഇൻറ്റു ഡെൽറ്റ എൻ. നന്നായി ശ്രദ്ധിച്ചോ, ഡെൽറ്റ എൻ കാണാനുള്ള ഫോർമുല നമ്പർ ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റൻസ്. തന്നിരിക്കുന്ന റിയാക്ഷനിലെ ഗ്യാഷ്യസ് പ്രോഡക്റ്റിൻ്റെ എണ്ണത്തിൽ നിന്ന് ഗ്യാഷ്യസ് റിയാക്റ്റൻസിൻ്റെ എണ്ണം സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഡിഫറൻസിൻ്റെ പേരാണ് ഡെൽറ്റ എൻ. സോ എന്താ മക്കളെ, നമ്മുടെ റിയാക്ഷനിൽ ഡെൽറ്റ എൻ എത്രയാ? ഇവിടുത്തെ ഗ്യാഷ്യസ് പ്രോഡക്ട്സ് എത്ര ഉണ്ട്? അതായത് ഗ്യാഷ്യസ് പ്രോഡക്ട്സിൻ്റെ കോയിഫിഷ്യൻസിൻ്റെ സം എടുത്താൽ മതി. ഒരു ഗ്യാഷ്യസ് പ്രോഡക്റ്റ്, 2 ഗ്യാഷ്യസ് പ്രോഡക്റ്റ്, ഇത് ലിക്വിഡാണ്, കൂട്ടരുത്. സോ ഡെൽറ്റ എൻ എത്ര വരുടോ? ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്ട്സ് 2 ആണ്, മൈനസ് നമ്പർ ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റൻസ്. എന്തുകൊണ്ടാണ് ഇത് എടുക്കാത്തത്? ബിക്കോസ് ഇത് ലിക്വിഡാണ്. ഗ്യാഷ്യസ് റിയാക്റ്റൻസ് ആരൊക്കെയാ? ഇതൊരു ഗ്യാഷ്യസ് റിയാക്റ്റൻ്റ് ആണ്. 3/2 O2 ഗ്യാഷ്യസ് റിയാക്റ്റൻ്റാ. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റൻസ്? 1 + 3/2 ആണ്. 3/2 + 1 ഇതാണ് ഗ്യാഷ്യസ് റിയാക്റ്റൻറ്റിൻ്റെ സം എന്ന് പറയുന്നത്. അതായത് കോയിഫിഷ്യൻസിൻ്റെ സമ്മ ഉദ്ദേശിക്കുന്നത്. സോ 1 + 3/2 വാട്ട് ഈസ് ദാറ്റ്? 5/2. സോ 2 - 5/2 എന്ന് വരും. 2 - 5/2 പറഞ്ഞാൽ 4 - 5/2 -1/2 എന്ന് വരും. സോ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ -1/2 എന്നാണ്. സോ ഇത് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ഇൻ ജൂൾ പെർ മോൾ. അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വേണം കിലോ ജൂളിലേക്ക് മാറ്റാം, നിർബന്ധമില്ല. ഇത്രയാണ് ഡെൽറ്റ എച്ച് ഡെൽറ്റ യു റിലേഷൻഷിപ്പ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത്. ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഡെൽറ്റ എച്ച് എന്നിട്ട് ഡെൽറ്റ യു ആയിരിക്കും ചോദിക്കുക. അപ്പോഴും സെയിം ഫോർമുല ഉപയോഗിക്കുക. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ആർ ടി ഡെൽറ്റ എൻ. എങ്ങനെ ഡെൽറ്റ എൻ കാണാം? നമ്പർ ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റൻസ്. തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ റെപ്രസെൻറ്റേഷനിൽ നിന്നാണ് ഡെൽറ്റ എൻ കാണേണ്ടത്. ക്ലിയർ ആണല്ലോ? ആ ക്വസ്റ്റ്യൻ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുക. മക്കൾ അടുത്തൊരു ടൈപ്പ് പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് തന്നെ പോവാം, വളരെ പെട്ടെന്ന് പോവാം മക്കളെ. നന്നായിട്ട് ശ്രദ്ധിച്ചോ. എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് സം കോമ്പൗണ്ട്സ് ആർ ഗിവൺ ബിലോ. ഇതൊക്കെ 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണെന്നുള്ള തിരിച്ചറിവും കൂടെ നിങ്ങൾക്ക് വേണം. സോ എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് സം കോമ്പൗണ്ട്സ് ആർ ഗിവൺ ബിലോ. എന്നിട്ട് യൂസിങ് ദീസ് ഡാറ്റ കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഫോർ. ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണണം. എൻതാൽപ്പിയോടോ അതെന്തായാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഈ ഡാറ്റ ഉപയോഗിക്കാനും പ്രോബ്ലം ചെയ്യാനും കിട്ടിയാൽ 3 മാർക്ക് കിട്ടിയോ? അത്രേ ചോദ്യമുള്ളൂ. അങ്ങനെയാണ് നോക്കിയോ മക്കളെ. എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് സം റിയാക്റ്റൻസും പ്രോഡക്ട്സും തന്നത്. ഈ റിയാക്ഷനിലെ റിയാക്റ്റൻസ് ഇത് 2 പേരുമാണ്, പ്രോഡക്ട്സ് ഇവർ 2 പേരുമാണ്. അവരുടെ എല്ലാം എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഡെൽറ്റ എച്ച് കാണാനുള്ള ഫോർമുല സാർ പറയട്ടെ. ഒരു റിയാക്ഷൻ്റെ ഡെൽറ്റ എച്ച് കാണാം ഫ്രം എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. എങ്ങനെയാ? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ്. എന്താ മക്കളെ ഫോർമുല? ഒന്നുകൂടി പറ. സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ്
മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ്. എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കിയോ? അപ്പോൾ ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഡെൽറ്റ എച്ച് കാണാനുള്ള ഫോർമുല ഇതുപോലെ എഴുതി വെക്കുക. ഡെൽറ്റ എച്ച് ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ആരൊക്കെയാണ് ഇവിടുത്തെ പ്രോഡക്ട്സ്? ആരൊക്കെയാ പ്രോഡക്ട്സ്? N2 ഉണ്ട്. എത്ര? N2 ൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 81. സമ്മാണ് എടുക്കേണ്ടത്. N2 ൻ്റെത് 81 പ്ലസ് അടുത്തതാരുതാ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എത്ര? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ പറഞ്ഞേ മൈനസ് 393 തന്നത്. പക്ഷേ 3 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇത് 1 മോളിൻ്റെതാ, കിലോ ജൂൾ പെർ മോൾ എന്ന് പറഞ്ഞാൽ 1 മോളിൻ്റെതാ. റിയാക്ഷനിൽ 3 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതുകൊണ്ട് ഇൻറ്റു 3 ചെയ്യാൻ മറക്കരുത്. അതാണ് മെയിൻ പോയിന്റ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് 3 മോൾ ഉണ്ടായതുകൊണ്ട് 3 ഇൻറ്റു മൈനസ് 393 എന്ന് ചെയ്യണം. സോ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 3 ഇൻറ്റു മൈനസ് 393 എന്ന് ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എടുത്തത് എന്താണെന്നറിയോ? സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് ആ കണ്ടുപിടിച്ച്. അതിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം പറഞ്ഞേ? സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ്. ആരൊക്കെയാ മക്കളെ? നമ്മുടെ റിയാക്ഷനിലെ റിയാക്റ്റൻസ് ആരൊക്കെയാ? ഒന്ന് N2O4. എത്ര? N2O4 എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 9.7. എന്ത് സിമ്പിളാണ് കാര്യങ്ങൾ. 9.7 പ്ലസ് അടുത്തതാരാ മക്കളെ? 3CO ആണ്. 3CO എന്ന് പറയുമ്പോൾ സിഒൻ്റെ വാല്യൂ മൈനസ് 110 ആ. 3CO എന്നാകുമ്പോൾ ഇൻറ്റു 3 ചെയ്യണം. സോ 3 ഇൻറ്റു മൈനസ് 110. എങ്ങനെ 3 ഇൻറ്റു മൈനസ് 110. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ കാൽക്കുലേഷനിലേക്ക് ഞാൻ പോകുന്നില്ല, മെത്തേഡ് പറഞ്ഞു. റെഡിയാ? സോ എന്താ ഡെൽറ്റ എച്ച് കാണാനുള്ള ഫോർമുല? ഡെൽറ്റ എച്ച് ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ്. സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ്, എല്ലാത്തിലും സ്റ്റാൻഡേർഡ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മക്കളെ ചില റിയാക്ഷനിൽ O2 H2 അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും. O2 H2 എന്നൊക്കെ പറഞ്ഞ F2 എന്നൊക്കെ പറഞ്ഞ ആളുകളെ കണ്ടാൽ അവരുടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ വാല്യൂ 0 ആണ്. അവരുടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ടേക്കൺ as 0. ഒരു എലമെന്റിന്റെ അതിന്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്ററി ഫോമിൽ അലോട്രോപിക് ഫോമിൽ അതിന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ടേക്കൺ as 0. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഡാറ്റ ഷോർട്ടേജ് കണ്ടാൽ O2 ഒക്കെ ആണെങ്കിൽ 0 എന്ന് കൊടുത്തോളാണ്ടി എന്നുള്ളത് നിങ്ങൾ ഓർത്തോളുക. സോ എന്തായാലും മക്കളെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുക. എന്താണ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് എന്നാൽ ഡെൽറ്റ എച്ച് കാണാൻ പറഞ്ഞ, റിയാക്ഷൻ എൻതാൽപ്പി കാണാൻ പറഞ്ഞ, സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ്. ക്ലിയർ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് വരാൻ പോവാ. നോക്കിക്കോളൂ. The enthalpy change in a process is the same whether the process is carried out in a single step or in several steps. എന്താ ഈ ലോയുടെ പേര്? ഈ ലോയുടെ പേരാ ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. ഇതാണ് ഹെസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഹെസ്സസ് ലോ പറയുന്നത്? ഒരു പ്രോസസ്സ് ഒരു സ്റ്റെപ്പിൽ ചെയ്താലും ഒന്നിലധികം സ്റ്റെപ്പിൽ ചെയ്താലും ടോട്ടൽ ഹീറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് സെയിം ആണ്. എന്താ പറഞ്ഞേ? ഒരു പ്രോസസ്സ് ഒരു സ്റ്റെപ്പിൽ ചെയ്താലും ഒന്നിലധികം സ്റ്റെപ്പ് ചെയ്താലും ടോട്ടൽ ഹീറ്റ് ചേഞ്ച് സെയിം ആണെന്ന് പറഞ്ഞ ലോയുടെ പേരാ ഹെസ്സസ് ലോ. ഇത് പഠിക്കാതെ പോവുകയേ ചെയ്യരുത്. റെഡിയാ? സോ മക്കളെ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ അല്ലെ സ്റ്റേറ്റ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ് എന്നൊക്കെ പറയും ഹെസ്സസ് ലോ. അപ്പോൾ ഒരു എക്സാമ്പിളും കൂടെ വേണം പറഞ്ഞു കൊടുക്കേണ്ടി വരും. സോ അതിനുവേണ്ടി നിങ്ങൾ വളരെ എളുപ്പത്തിലൊരു എക്സാമ്പിൾ പഠിച്ചു വെച്ചോ. സോ A gives C എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ ഞാൻ എഴുതാം. ഈ റിയാക്ഷൻ്റെ ഡെൽറ്റ എച്ച് എക്സ് ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ. മറ്റൊരു റിയാക്ഷൻ A gives B, ഇതിൻ്റെ ഡെൽറ്റ എച്ച് Y ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ. വേറൊരു റിയാക്ഷൻ B gives C. ഏതാ റിയാക്ഷൻ പറഞ്ഞേ? B gives C. ഈ റിയാക്ഷൻ്റെ ഡെൽറ്റ എച്ച് Z ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഇത് 3 റിയാക്ഷൻസ് ആണ്. 1, 2 and 3. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം 2ഉം 3 ഒന്ന് ആഡ് ചെയ്യാൻ പോവാം. മക്കളെ ഒന്ന് പറയും. 2ഉം 3 ഒന്ന് ആഡ് ചെയ്ത് റിയാക്ഷൻ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാത്സിൽ ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടു ആഡ് ചെയ്യുക, റൈറ്റ് ടു ആഡ് ചെയ്യുക, കോമൺ ആയിട്ടുള്ള കട്ട് ചെയ്യുക. സോ 2ൻ്റെയും 3ൻ്റെയും ലെഫ്റ്റ് ടു ആഡ് ചെയ്താൽ A plus B എന്ന് വരും. സോ A plus B gives what? A plus B gives B plus C എന്ന് തോന്നുന്നു അല്ലെ? B plus C. അപ്പോൾ കോമൺ ആയിട്ടുള്ള ബീനെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. സോ അങ്ങനെയാണ് ഇപ്പോൾ റിയാക്ഷൻ റെഡ്യൂസ് ആയി A gives C എന്ന് പറഞ്ഞ ഫോമിലേക്ക് തന്നെ റിയാക്ഷൻ മാറിയിരിക്കുകയാണ്. A gives C എന്ന് പറഞ്ഞ റിയാക്ഷൻ ശരിക്കും ഏതാ? അതല്ലടാ മക്കളെ നമ്മുടെ റിയാക്ഷൻ 1. അതായത് 2ഉം 3 ആഡ് ചെയ്തപ്പം യു ഗോട്ട് റിയാക്ഷൻ 1. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ റിയാക്ഷൻ 1ൽ എന്താണോ സംഭവിച്ചത് അതാണ് 2ഉം 3ഉം ഒരുമിച്ച് നടത്തിയപ്പോൾ സംഭവിച്ചത്. എനെ ഡയറക്റ്റ്ലി സി ആക്കി, അതാണ് റിയാക്ഷൻ 1. എന്നാൽ 2 and 3യിലൂടെ നമ്മൾ എന്താ ചെയ്തത്? എനെ ആദ്യം ബി ആക്കി, പിന്നെ ബീനെ സി ആക്കി. അപ്പോൾ എഫക്റ്റീവ്ലി A C ആയിട്ട് മാറുക തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഒരു പ്രോസസ്സ്, ഈ പ്രോസസ്സ് ഒരു സ്റ്റെപ്പ് ചെയ്തു, അതേ പ്രോസസ്സ് 2 സ്റ്റെപ്പ് ചെയ്തു. അങ്ങനെ ഒരു പ്രോസസ്സ് ഒരു സ്റ്റെപ്പ് ചെയ്താലും ഒന്നിലധികം സ്റ്റെപ്പുകളിലൂടെ ചെയ്താലും ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് സെയിം ആയിരിക്കും. അപ്പോൾ എസ് എസ് ലോ പറയുന്നത് ഡെൽറ്റ എച്ച് ഓഫ്
reaction 1 is equal to delta H of reaction 2 plus delta H of reaction 3 എന്നാണ്. സോ റിയാക്ഷൻ 1ന് ഡെൽറ്റ എച്ച് എക്സ് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് സെഡ് എന്നാണ് പറയുന്നത്. അതായത് ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ രണ്ട് ഡെൽറ്റ എച്ച് വാല്യൂസ് തന്നിട്ട് ഇത് ചോദിക്കും, അല്ല ഇത് രണ്ടും തന്നിട്ട് ഇത് ചോദിക്കും, അങ്ങനെ ഏതെങ്കിലും രണ്ടെണ്ണം തന്നിട്ട് മറ്റൊന്നിൽ ചോദിക്കാം. അങ്ങനെയാണ് എസ് എസ് ലോയുടെ അപ്ലിക്കേഷൻ പ്രോബ്ലംസ് വരിക. സോ എന്താ എസ് എസ് ലോ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഞാൻ പറയാം. ദ ഹീറ്റ് ചേഞ്ച് ഇൻ എ പ്രോസസ് ഇസ് ദ സെയിം വെദർ ദ പ്രോസസ് ഇസ് ക്യാരിഡ് ഔട്ട് ഇൻ വൺ സ്റ്റെപ്പ് ഓർ ഇൻ സെവറൽ സ്റ്റെപ്സ്. എനെ സി ആക്കി മാറ്റുന്നത് ഒരു സ്റ്റെപ്പ് ചെയ്താലും എനെ സി ആക്കി മാറ്റുന്ന രണ്ട് സ്റ്റെപ്പിലൂടെ ചെയ്താലും ടോട്ടൽ ഹീറ്റ് ചേഞ്ച് സെയിം ആയിരിക്കുമെന്ന് പറഞ്ഞ ലോയുടെ പേര് എസ് എസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. മക്കൾ എൻ്റെ കൂടെ പറഞ്ഞ എന്താ എസ് എസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്? ദ ഹീറ്റ് ചേഞ്ച് ഇൻ എ പ്രോസസ് ഇസ് ദ സെയിം വെദർ ദ പ്രോസസ് ഇസ് ക്യാരിഡ് ഔട്ട് ഇൻ വൺ സ്റ്റെപ്പ് ഓർ ഇൻ സെവറൽ സ്റ്റെപ്സ്. റെഡിയാണല്ലോ? സോ അങ്ങനെയാണ് മക്കളെ എസ് എസ് ലോ വെച്ച് ചോദിക്കുന്ന ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഇതാ. 3 മാർക്ക് പെട്ടിയിലാക്കാം. 3 മാർക്ക് ശ്രദ്ധിച്ചേ. എന്താ? കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയ്ൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയ്ൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് മീഥെയ്ൻ്റെ ഫോർമേഷൻ എൻതാൽപ്പി കാണണം. മക്കളെ ഈ ഫോർമേഷൻ എൻതാൽപ്പി കാണണം എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഫോർമേഷൻ റിയാക്ഷൻ എഴുതാൻ അറിയണം. ആരുടെ ഫോർമേഷൻ റിയാക്ഷൻ അവിടെ എഴുതേണ്ട? മീഥെയ്ൻ്റെ ഫോർമേഷൻ. മീഥെയ്ൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, മീഥെയ്ൻ ഫോം ചെയ്യുന്ന റിയാക്ഷനാണ്. മീഥെയ്ൻ ആരിൽ നിന്ന് ഫോം ചെയ്യുന്ന റിയാക്ഷനാണെന്നറിയോ? മീഥെയ്നിൽ അടങ്ങിയിട്ടുള്ള എലമെൻസിൽ നിന്ന്. മീഥെയ്നിൽ അടങ്ങിയിട്ടുള്ള എലമെൻസ് ആരൊക്കെയാ? അവരുടെ ഏറ്റവും സ്റ്റേബിൾ അലോട്രോപിക് ഫോംസിൽ നിന്നുകൂടെ വേണേൽ പറയാം, ഒന്നും പ്രശ്നമില്ല. എലമെൻസിൽ നിന്ന് തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കിക്കോ. സോ മീഥെയ്ൻ ഉണ്ടാകുന്ന ആരെന്നൊക്കെയാ? മീഥെയ്നിൽ അടങ്ങിയിട്ടുള്ള എലമെൻസ് ആരൊക്കെയാ? അതൊന്ന് കാർബണും അടുത്തത് ഹൈഡ്രജനുമാണ്. ഹൈഡ്രജൻ എച്ച് എന്നല്ല എഴുതുക, H2 എന്നാ. കാരണം ഹൈഡ്രജന്റെ സ്റ്റേബിൾ എലമെന്ററി ഫോം H2 ആണ്, അല്ലാതെ H അല്ല. അതുകൊണ്ട് നമ്മൾ H2 എന്ന് എഴുതാനുള്ള കാരണം. സോ കാർബണിൽ നിന്നും ഹൈഡ്രജനിൽ നിന്നും CH4 ഉണ്ടാവുന്ന റിയാക്ഷന്റെ പേരാണ് ഫോർമേഷൻ ഓഫ് മീഥെയ്ൻ. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക്സിലെ അതിന്റെ ഡെഫിനിഷൻ എന്താ? ഒരു കോമ്പൗണ്ട് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു മോൾ ഫോം ചെയ്യുന്ന റിയാക്ഷൻ. അത് എവിടെ നിന്ന്? അതിലടങ്ങിയിട്ടുള്ള എലമെന്റ്സിൽ നിന്ന്. സോ മീഥെയ്നിൽ അടങ്ങിയിട്ടുള്ള എലമെന്റ്സ് ആരൊക്കെയാ? കാർബണും ഹൈഡ്രജനും ആണ്. ഹൈഡ്രജൻ H എന്നല്ല, H2 എന്ന് എഴുതണം. ഓക്സിജനെ കണ്ട O2 എന്ന് എഴുതണം. നൈട്രജൻ N2 എന്ന് എഴുതണം. റെഡിയാ? കാർബൺ C തന്നെ എഴുതിയാൽ മതി. സോ അങ്ങനെയാണ് നിങ്ങൾ നോക്കണ മക്കളെ. കാർബൺ ഈ രണ്ട് ഭാഗത്തും ഓരോ കാർബണാണുള്ള. ബട്ട് ഹൈഡ്രജൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ 4 എണ്ണം ഉണ്ട്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും 4 ആക്കണം എന്ന് പറഞ്ഞാൽ ഇത് 2H2 ആക്കണം. സോ ഈ റിയാക്ഷന്റെ പേരാണ് ഫോർമേഷൻ ഓഫ് മീഥെയ്ൻ. ഈ റിയാക്ഷന്റെ ഡെൽറ്റ എച്ചിന്റെ പേരാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയ്ൻ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ചോദ്യം എന്തായിരുന്നു? കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയ്ൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ എന്ന് പറഞ്ഞാൽ മീഥെയ്ൻ ഉണ്ടാകുന്ന റിയാക്ഷന്റെ ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പോൾ മീഥെയ്ൻ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ പറഞ്ഞാൽ പോരാ. മീഥെയ്ൻ എവിടെ നിന്നുണ്ടാവണം? അതിലടങ്ങിയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാവണം. സോ കാർബണിൽ നിന്നും ഹൈഡ്രജനിൽ നിന്നും മീഥെയ്ൻ ഉണ്ടാകുന്ന ഈ റിയാക്ഷന്റെ ഡെൽറ്റ എച്ച് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് യൂസിങ് ദീസ് ഡാറ്റ. എസ് എസ് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചോ മക്കളേതാ. ഞാൻ എൻ്റെ റിക്വയർഡ് റിയാക്ഷന് എ എന്ന് കൊടുത്തു. അതായത് ഈ എ എന്ന് മാർക്ക് ചെയ്ത റിയാക്ഷന്റെ ഡെൽറ്റ എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ എ എന്ന് മാർക്ക് ചെയ്തത് ഫോർമേഷൻ ഓഫ് മീഥെയ്ൻ ആണ്. അതിന്റെ ഡെൽറ്റ എച്ചിനെ വിളിക്കുക എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയ്ൻ. സോ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയ്നാ കാണേണ്ടതെന്ന് പറഞ്ഞാൽ എ എന്ന് മാർക്ക് ചെയ്ത റിയാക്ഷന്റെ ഡെൽറ്റ എച്ചാ കാണേണ്ടത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന 3 ഡാറ്റ ഉണ്ടല്ലോ, അതിനെ ഈ റിക്വയർമെന്റിനനുസരിച്ച് മോഡിഫൈ ചെയ്യണം. ഇതാണ് എൻ്റെ റിക്വയർമെന്റ്. ഈ റിയാക്ഷനാണ് എൻ്റെ റിക്വയർമെന്റ്. ആ റിക്വയർമെന്റിനനുസരിച്ച് അല്ലെ റിക്വയർഡ് റിയാക്ഷൻ അനുസരിച്ച് ഗിവൺ ഡാറ്റ മോഡിഫൈ ചെയ്യുക എങ്ങനെയാണ് എന്നെല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഒന്നുമില്ല, വളരെ നിസ്സാരം, കാര്യം നിസ്സാരം. നോക്കിയേ മക്കളെ, നിങ്ങൾ നോക്കിക്കോ. റിക്വയർഡ് റിയാക്ഷനിൽ ആദ്യം നിങ്ങൾ ആരെയാണ് കാണുന്നത്? കാർബണെ കാണുന്നത്. എത്ര കാർബൺ? 1 കാർബൺ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അങ്ങനെയാണ് ഈ ഡാറ്റയിൽ, ഈ തന്നിരിക്കുന്ന ഡാറ്റയിൽ ഏതിലാണ് കാർബൺ ഉള്ളത്? ഒന്നാമത്തെ ഡാറ്റയിലാണ്. ഒന്നാമത്തെ ഡാറ്റയിൽ എവിടെയാണ് കാർബൺ ഉള്ളത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്. എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ ഉണ്ട്. സോ വേണ്ട പോലെ വേണ്ട സൈഡിൽ വേണ്ട അത്രയും കാർബൺ ഒന്നാമത്തെ റിയാക്ഷനിലുണ്ട്. അപ്പോൾ ഒന്നാമത്തെ റിയാക്ഷൻ എൻ്റെ മക്കൾ ഒന്നും ചെയ്യേണ്ടതില്ല, ആസ് സച്ച് കീപ്പ് ചെയ്യാവുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ നമുക്ക് അപ്പോൾ ഒന്നാമത്തെ റിയാക്ഷൻ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് മനസ്സിലാക്കാം. കാരണം ഒന്നാമത്തെ റിയാക്ഷനിൽ കാർബൺ എന്ന് പറയുന്ന എലമെന്റ് എൻ്റെ റിക്വയർഡ് റിയാക്ഷനിൽ ആവശ്യം എന്താണോ അതുപോലെ നിലനിൽക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 കാർബൺ ആണ് എൻ്റെ റിക്വയർമെന്റ്, അത് അതേപോലെ നിലനിന്നിരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കേണ്ട മക്കളെ, അടുത്ത രണ്ടാമത് വേണ്ട ആള് ഹൈഡ്രജൻ ആണ്. എത്ര ഹൈഡ്രജൻ വേണം? 2H2 വേണം. 2H2 വേണം. എവിടെ? റിയാക്റ്റന്റ് സൈഡിൽ. തന്നിരിക്കുന്ന ഡാറ്റയിൽ ഏതിലാ H2 ഉള്ള? രണ്ടാമത്തെ റിയാക്ഷനില.
ഏത് സൈഡിലാണ് ഉള്ളത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്. എനിക്ക് ഏത് സൈഡിലാണ് വേണ്ടത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെയാണ്. പക്ഷെ ഒന്ന് മതിയോ? പോരാ, 2 വേണം. 2ആണ് എൻ്റെ റിക്വയർമെൻറ്റ്. ബട്ട് ഗിവൺ ഡാറ്റയിൽ 1 ഉള്ളൂ. ഗിവൺ ഡാറ്റയിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 ഉള്ളൂ. റിക്വയർഡ് റിയാക്ഷന് 2 വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഈ റിയാക്ഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റെഡിയാ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 2 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, ഡെൽറ്റ എച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും നമ്മുടെ റിയാക്ഷൻ? H2 എന്നുള്ളത് 2H2 എന്നാവും. ഹാഫ് O2 എന്നുള്ളത് ഹാഫ് O2 കേട്ടോ, അത് ഹാഫ് O2 ആണ്. ഇത് ഹാഫ് O2 എന്നുള്ളത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വെറും O2 എന്നാവും. സോ 2H2 പ്ലസ് O2 gives H2 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2H2 എന്നായി. രണ്ടാമത്തെ റിയാക്ഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ബിക്കോസ് റിക്വയർഡ് റിയാക്ഷനിൽ 2 H2 വേണ്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒന്നാമത്തേൽ 1 കാർബൺ മതിയായിരുന്നു, അതുകൊണ്ട് ഒന്നും ചെയ്തില്ല. റെഡി? രണ്ടാമത്തേൽ 2 H2 വേണം, അതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഡെൽറ്റ എച്ചിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എത്ര നമ്മുടെ ഡെൽറ്റ എച്ച്? ഡെൽറ്റ എച്ച് ഈക്വൽ ടു 2 ഇൻറ്റു -285.8. എത്ര വരും മക്കളെ? -571.6 എന്ന് വരും. -571.6. റെഡിയാ? സോ ഞാൻ ഈ മോഡിഫൈ ചെയ്ത റിയാക്ഷനെ തൽക്കാലം 2' എന്ന് വിളിക്കാം. 2 മോഡിഫൈഡ്. സോ 2' വെറുതെ വിളിച്ചാൽ 2'. ഓക്കെ. ഇനി അപ്പോൾ കാർബൺ വേണ്ടതുപോലെ വേണ്ട സൈഡിൽ ഒന്നാമത്തെ റിയാക്ഷനിലുണ്ട്. ഹൈഡ്രജൻ എനിക്ക് വേണ്ടതുപോലെ 2'ലുണ്ട്. 2'ലല്ല, 2 മോഡിഫൈഡ് 2'. ഇനി മക്കളെ മീഥൈൻ ആണ് അടുത്ത റിക്വയർമെൻറ്റ്. മീഥൈൻ ഏത് സൈഡിലാണ് വേണ്ടത്? പ്രോഡക്റ്റ് സൈഡിലാണ് വേണ്ടത്. എത്ര മീഥൈൻ വേണം? 1 മീഥൈൻ വേണം. സോ തന്നിരിക്കുന്ന ഡാറ്റയിൽ ഏതിലാ മീഥൈൻ ഉള്ള? മൂന്നാമത്തെ റിയാക്ഷനിലാണ്. എത്ര മീഥൈൻ ഉണ്ട്? 1 മീഥൈനാണ് ഉള്ളത്. ഓക്കെയാ? പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് മീഥൈൻ ഉള്ളത്. വി നീഡ് മീഥൈൻ അറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. സോ യു റിവേഴ്സ് ദിസ് റിയാക്ഷൻ. മൂന്നാമത്തെ റിയാക്ഷനെ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ചിന്റെ സൈന് മാറ്റിയാൽ മതി. റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റ് ആക്കുക, റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആക്കുക. ഡെൽറ്റ എച്ച് പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക. അത്രേ പരിപാടിയുള്ളൂ. സോ റിവേഴ്സ് ചെയ്താൽ എന്തായിരിക്കും എൻ്റെ റിയാക്ഷൻ വരും? നിങ്ങളൊന്ന് പറഞ്ഞേ. 3 റിവേഴ്സ് ചെയ്താൽ വാട്ട് ഈസ് ദാറ്റ് ഇക്വേഷൻ? CO2 പ്ലസ് 2H2O gives. പറയുന്നില്ല, പിള്ളേർ പറയുന്നില്ല. CO2 പ്ലസ് 2H2O gives എന്ത്? CH4 പ്ലസ് 2O2. CH4 പ്ലസ് എത്ര O2? 2O2. റിയാക്ഷൻ റിവേഴ്സ് ചെയ്തു. അപ്പോൾ എന്തായി റിയാക്ഷന്? ഡെൽറ്റ എച്ച് വരിക. ഈ റിയാക്ഷന് ഡെൽറ്റ എച്ച് സൈന് മാറ്റുക. -890 എന്നുള്ളത് +890.4 എന്നാവും കിലോ ജൂൾ പെർ മോൾ. ഓക്കെയാ? റെഡി? ഈ റിവേഴ്സ്ഡ് ഇക്വേഷനെ ഞാൻ 3' എന്ന് വിളിക്കാം. 3 മോഡിഫൈഡ് 3'. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ ഡാറ്റയ്ക്കനുസരിച്ച് തന്നിരിക്കുന്ന ഡാറ്റ മോഡിഫൈ ചെയ്തു. ഒന്നാമത്തെ ആസ് കീപ്പ് ചെയ്തു. കാർബൺ വേണ്ട പോലെ വേണ്ട സൈഡിലുണ്ട്. എന്നാൽ രണ്ടാമത്തെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നൗ ഇറ്റ് ഈസ് 2'. അതുപോലെ മൂന്നാമത്തെ റിവേഴ്സ് ചെയ്തു. ഇറ്റ് ഈസ് 3'. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ മോഡിഫൈഡ് ഇക്വേഷൻസ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അതായത് ഏതൊക്കെ ആഡ് ചെയ്യേണ്ടതെന്ന് അറിയോ? റിയാക്ഷൻ 1നോട് 2 അല്ല 2' ആഡ് ചെയ്യുക. പ്ലസ് അതിനോട് അടുത്ത് ആഡ് ചെയ്യേണ്ടത് ഏതാണെന്നറിയോ? 3'. ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. നിങ്ങൾ 1 + 2' + 3'. ലെഫ്റ്റ് ടു ലെഫ്റ്റ് ആഡ് ചെയ്യുക, റൈറ്റ് ടു റൈറ്റ് ആഡ് ചെയ്യുക, കോമൺ ആയിട്ടുള്ള കട്ട് ചെയ്യുക. സോ 1ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരൊക്കെയാ? C + O2. ആരാണ്? C + O2 പ്ലസ് 2' ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരൊക്കെയാ മക്കളെ? 2' ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2H2 + O2. പിള്ളേർ പറയുന്നില്ല. ആരാണ്? 2H2 + O2. റെഡിയാണ്? ദെൻ 3' ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരൊക്കെയുള്ള? 3' ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ CO2 + 2H2O. CO2 + എത്ര H2O? 2H2O. ഗിവ്സ് ഞാൻ ഇങ്ങനെ ഇടാം, താഴോട്ടിടാം. ഗിവ്സ്. പ്രോഡക്റ്റ് സൈഡിലുള്ള ആളുകൾ ആരൊക്കെയാണ് പറഞ്ഞത്? ഒന്നാമത്തെ റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് സൈഡിൽ വി ഹാവ് CO2. ഒന്നാമത്തെ റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് സൈഡിലുള്ളത് CO2 ആണ്. രണ്ടാമത്തെ റിയാക്ഷന് 2' പ്രോഡക്റ്റ് സൈഡിലുള്ളത് 2H2O ആണ്. വേണം നിങ്ങൾ നോക്കിക്കുക. 2' പ്രോഡക്റ്റ് സൈഡിൽ 2H2O ആണ്. ആൻഡ് 3' പ്രോഡക്റ്റ് സൈഡിൽ മീഥൈൻ + 2O2. മീഥൈൻ + 2O2. CH4 പ്ലസ് എത്ര O2? 2O2. ഇനി ശ്രദ്ധിച്ചേ, കോമൺ ആയിട്ടുള്ളത് കട്ട് ചെയ്യാൻ പോവാണ്. CO2 2H2O 2H2O. O2 + O2 2O2 ആണ് അല്ലേ? O2 + O2 2O2. ഇവിടെയും 2O2 ഉണ്ട്, ഇപ്പുറത്തും 2O2 ഉണ്ട്. കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള റിയാക്ഷൻ മാത്രം ഒന്ന് പറയാമോ? ഇറ്റ് ഈസ് C +
2H2 അതേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബാക്കിയുള്ളൂ. ദാറ്റ് ഗിവ്സ് CH4 ആൻഡ് ദാറ്റ് ഈസ് യുവർ റിക്വയർഡ് റിയാക്ഷൻ. അതായിരുന്നടാ നമുക്ക് ഡെൽറ്റ എച്ച് കാണേണ്ട എ എന്ന് പറഞ്ഞ റിയാക്ഷൻ. അങ്ങനെ കിട്ടുള്ളൂ. അതിനനുസരിച്ച് ഡാറ്റ മോഡിഫൈ ചെയ്തത്. അപ്പോൾ അത് ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദാറ്റ് റിയാക്ഷൻ എ. അങ്ങനെയാണെങ്കിൽ ഈ 3 റിയാക്ഷൻ ആഡ് ചെയ്തപ്പോൾ ഈ റിയാക്ഷൻ കിട്ടിയേ. ഒന്ന് SS ലോ അപ്ലൈ ചെയ്തേ. എന്താണ് എസ് ലോ പറയുന്നത്? ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ഷൻ എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഓഫ് യുവർ റിയാക്ഷൻ 1 പ്ലസ് delta H of R 2 dash, delta H of 2 dash plus delta H of R 3 dash. ഓക്കെ, എല്ലാവരുടെയും ഡെൽറ്റ എച്ച് ആഡ് ചെയ്തേ. ഏത് ഒന്നാമത്തെ റിയാക്ഷൻ ഡെൽറ്റ എച്ച് -393.7 -393.7 പ്ലസ് ഡെൽറ്റ എച്ച് ഓഫ് 2 ഡാഷ് -571.6 -571.6 പ്ലസ് ഡെൽറ്റ എച്ച് ഓഫ് 3 ഡാഷ് എത്രയാ? 890.4. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഡെൽറ്റ എച്ച്. അപ്പോൾ SS ലോയുടെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കൃത്യമായി ഫോക്കസ് ചെയ്ത് ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ ആണ്. 2 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഹോംവർക്ക് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് സ്റ്റേറ്റ് SS ലോയുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാവർക്കും അറിയാം. സോ അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ഡെൽറ്റ FH0 എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി തന്നെയാണ്, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ വെൻ ഡയമണ്ട് ഇസ് ഫോംഡ് ഫ്രം ഗ്രാഫൈറ്റ്. അപ്പോൾ ഏത് റിയാക്ഷൻ ഡെൽറ്റ എച്ച് കാണേണ്ടതെന്ന് അറിയോ? ഡയമണ്ട് ഫോം ചെയ്യണം. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ കാർബൺ തന്നെയാണ്, പക്ഷേ കാർബണിൻ്റെ താഴെ ഡയമണ്ട് എന്ന് എഴുതണം. ഡയമണ്ട് ഇസ് ഫോംഡ് ഫ്രം ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് റിയാക്ഷൻ. അലോട്രോപിക് ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയും. ഈ റിയാക്ഷൻ്റെ ഡെൽറ്റ എച്ച് കാണാനാണ് ചോദിച്ചത്. ഒന്നുമില്ല, ഇതിനാ ഡെൽറ്റ FH0 എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ എന്താൽപ്പി എന്നുള്ള രൂപത്തിൽ പറഞ്ഞതാണ്. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആയതുകൊണ്ടാണ് 0 എന്ന് എഴുതിയത്. അപ്പോൾ മക്കളെ, വെൻ ഡയമണ്ട് ഇസ് ഫോംഡ് ഫ്രം ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ ഡെൽറ്റ എച്ച് കാണേണ്ടത്. ഇതാണ് ഗിവൺ ഡാറ്റ. എന്ത് ചെയ്യണമെന്ന് മക്കളൊന്ന് പറഞ്ഞേ. ഗ്രാഫൈറ്റ് ഏത് സൈഡിലാണ് വേണ്ടത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1. അപ്പോൾ ഏത് റിയാക്ഷനിലാണ് അതുള്ള? രണ്ടാമത്തെ റിയാക്ഷനിലാണ്. ഇതിന് പേര് കൊടുത്തോളൂ വേണമെങ്കിൽ. ഇതിന് 1 എന്നും ഇതിന് 2 എന്നും പേര് കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ റിയാക്ഷൻ നിങ്ങൾ ആസ് സച്ച് കീപ്പ് ചെയ്യുക. ബിക്കോസ് യു നീഡ് ഗ്രാഫൈറ്റ് അറ്റ് ദ റിയാക്ടൻറ്റ് സൈഡ്. എന്നാൽ പ്രോഡക്റ്റ് സൈഡിലാണ് കാർബൺ ഡയമണ്ട് വേണ്ടത്. അതുകൊണ്ട് ഒന്നാമത്തെ റിയാക്ഷനെ നിങ്ങൾ റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്താൽ സൈനും ഏറെ മാറ്റേണ്ടി വരും. എന്നിട്ട് നിങ്ങൾ ആ 2 റിയാക്ഷൻ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിയാക്ഷൻ കിട്ടും. അതിന് ഡെൽറ്റ എച്ച് ആഡ് ചെയ്യുക. അത്രേ ഉള്ളൂ ആൻസർ ചെയ്യാനുള്ള പരിപാടി. ചെയ്തു നോക്കണം. ആൻഡ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാ. എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി മാസാണ് അതിൽ വരുന്നത്. അതിൻ്റെ കൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വന്നേ ഉള്ളൂ. അലോട്രോപിക് ട്രാൻസ്ഫോർമേഷൻ NCERT ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ചെയ്തു നോക്കുക. ക്ലിയർ ആണല്ലോ? അതായത് ഈ റിയാക്ഷനെ ഡെൽറ്റ എച്ച് കാണാനാണ് ചോദിച്ചത് യൂസിങ് ദീസ് ഡാറ്റ. അപ്പോൾ ഇതിനനുസരിച്ച് ഈ ഡാറ്റയെ മോഡിഫൈ ചെയ്യണം. ഗ്രാഫൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വേണം. റിയാക്ഷൻ 2 ഒന്നും ചെയ്യേണ്ട. കാർബൺ ഡയമണ്ട് പ്രോഡക്റ്റ് സൈഡിൽ വേണം. സോ റിയാക്ഷൻ 1 റിവേഴ്സ് ചെയ്യണം. രണ്ടുകൂടെ ആഡ് ചെയ്താൽ CO2 കട്ട് ചെയ്ത് പോയിക്കോളും. പ്രോഡക്റ്റ് സൈഡിലും റിയാക്ടൻ സൈഡിലും കോമൺ ആയിട്ട് വരുമ്പോൾ കട്ട് ചെയ്ത് പോയിക്കോളും. ചെയ്ത് നോക്കണം, നിർബന്ധമായും ചെയ്ത് നോക്കണം. റെഡിയാണ്? SS ലോയുടെ ഒരു പ്രോബ്ലം എടുത്താൽ സ്റ്റേറ്റ് SS ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഈഥെയ്ൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ ഈഥെയ്ൻ ഉണ്ടാകുന്ന റിയാക്ഷനാണ്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതി തരാം. ഈഥെയ്ൻ എന്ന് പറഞ്ഞാൽ C2H6 ആണ്. C2H6 ആണ് ഈഥെയ്ൻ. ഈഥെയ്ൻ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ആരിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്? കാർബണിൽ നിന്നും ഹൈഡ്രജനിൽ നിന്നും ഉണ്ടാവേണ്ടത്. എത്ര കാർബൺ വേണം? ഈഥെയ്നിൽ 2 കാർബൺ ഉണ്ട്, അതുകൊണ്ട് 2C എഴുതണം. ഈഥെയ്നിൽ 6 ഹൈഡ്രജൻ ഉണ്ട്, അതുകൊണ്ട് 3H2 എഴുതണം. ഈ റിയാക്ഷൻ്റെ ഡെൽറ്റ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഈഥെയ്ൻ, ഇതിന് ഡെൽറ്റ എച്ച് കാണണം. അപ്പോൾ ഈ ഡാറ്റയെ ഈ റിയാക്ഷൻ അനുസരിച്ച് മോഡിഫൈ ചെയ്യണം. നിങ്ങൾ പറയൂ, 2 കാർബൺ വേണം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. അപ്പോൾ ഫസ്റ്റ് ഡാറ്റയെ നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മറക്കരുത്. എന്നിട്ട് അതിനെ 1 ഡാഷ് എന്ന് വിളിച്ചോ. ഡെൽറ്റ എച്ചും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ 3H2 വേണം. രണ്ടാമത്തെ ഡാറ്റയിൽ H2 ഉള്ളൂ. 3H2 വേണമെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഡാറ്റയെ നിങ്ങൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഡെൽറ്റ എച്ചും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അടുത്തത് C2H6 പ്രോഡക്റ്റ് സൈഡിലാണ് വേണ്ടത്. അതുകൊണ്ട് മൂന്നാമത്തെ ഡാറ്റയെ നിങ്ങൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. എന്നിട്ട് ഈ 3 റിയാക്ഷനും കൂടെ മോഡിഫൈ ചെയ്ത 3 റിയാക്ഷനും കൂടെ ആഡ് ചെയ്തോളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റിയാക്ഷൻ കിട്ടും. ആൻഡ് അതിൻ്റെ ഡെൽറ്റ എച്ചുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ ഡെൽറ്റ എച്ച് ആയി. SS ലോ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലം ആണ്. മക്കൾ ചെയ്തു നോക്കണം, നിർബന്ധമായും ചെയ്തു നോക്കണം. 3 മാർക്ക് കാര്യമാണ്, 3 മാർക്ക് ചോദ്യമാണ്, മറക്കാതിരിക്കുക. റെഡിയാണേ മക്കളെ? സോ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ടൈപ്പ് പ്രോബ്ലം. ദ എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ചേഞ്ചസ് ഫോർ എ റിയാക്ഷൻ ആർ 490 kJ per mole and 198 Joule per Kelvin per mole. Calculate the value of Gibbs energy change for the reaction at 300 Kelvin and predict whether the reaction is spontaneous at this temperature. ഒന്നുമില്ലടാ, ഡെൽറ്റ ജി കാണാനാ മക്കളെ. എന്താടാ ഗിബ്സ് എനർജി ചേഞ്ച് എന്ന് അതിനെ പറയാം, അല്ലെങ്കിൽ ഫ്രീ എനർജി ചേഞ്ച്. അത് കാണാനുള്ള ഫോർമുല ഇതാണ്. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. എന്താ? ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്.
എത്ര ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ? ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച് ആണ്, ഡെൽറ്റ എസ് എൻട്രോപ്പി ചേഞ്ച് ആണ്, ഡെൽറ്റ ജിയുടെ പേര് ഗിബ്സ് എനർജി ചേഞ്ച് ഓർ ഫ്രീ എനർജി ചേഞ്ച്. ഇത് കാണാനാ പറഞ്ഞ ബാക്കി മൂന്നും തന്നിട്ടുണ്ട്. സോ എത്രയാ എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ചേഞ്ച്? എൻതാൽപ്പി 490 കിലോ ജൂളാണ്. 490 കിലോ ജൂൾ എന്ന് പറയുമ്പോൾ ഇൻറ്റു 1000 വരും കേട്ടോ. ജൂളാണ്, ജൂളിലേക്ക് മാറ്റണം, എന്നിട്ട് ഡിഫറൻസ് എടുക്കാവും. അതേപോലെ ടെമ്പറേച്ചർ തന്നത് 300 ആണ്, ഇൻറ്റു ഡെൽറ്റ എസ് തന്നത് 198 ജൂളാണ്. ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ആ കെൽവിൻ കിലോൻ്റെ കെൽവിൻ അല്ല കേട്ടോ, ആ കിലോൻ്റെ അല്ല, കെൽവിൻ, അപ്പർ കെൽവിൻ. ജൂളിലാണ് ഇവിടെ എനർജി തന്നത്. അപ്പോൾ 3 ഇൻറ്റു ഡെൽറ്റ എസിൻ്റെ വാല്യൂ 198. ചില ആൾക്കാർ യൂണിറ്റ് മാറ്റിയില്ല, റോങ് ആൻസറിലേക്ക് പോവും. ശ്രദ്ധിക്കുക, ഇവിടെ എൻതാൽപ്പി കിലോ ജൂളിലാണ് തന്നെ, എന്നാൽ എൻട്രോപ്പി ജൂളിലാണ് തന്നെ. അതുകൊണ്ട് രണ്ടിനെയും ജൂളിലേക്ക് മാറ്റിയിട്ട് ഡിഫറൻസ് എടുക്കാവും. അല്ലാതെ കിലോമീറ്ററിന് മീറ്റർ കുറയ്ക്കാൻ പറ്റില്ലല്ലോ. 5 കിലോമീറ്ററിന് 1 മീറ്റർ കുറച്ചാൽ 4 കിലോമീറ്റർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സെയിം യൂണിറ്റ് ആക്കിയിട്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത് കിലോ ജൂളാണ്, ഇത് ജൂളാണ്, അപ്പോൾ നിങ്ങൾ ഇതിനെ കിലോ ജൂളിനെ ജൂളിലേക്ക് മാറ്റിയിട്ട് ഡിഫറൻസ് എടുത്തോളൂ. അങ്ങനെ എടുത്താൽ യു വിൽ ഗെറ്റ് എ പോസിറ്റീവ് നമ്പർ. തീർച്ചയായിട്ടും വലിയൊരു പോസിറ്റീവ് നമ്പറാണ് കിട്ടുക. എത്രയായാലും നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിക്കുക, ആൻസർ കണ്ടുപിടിക്കുക. എന്തായാലും ക്ലിയർ ആണ്. സോ പോസിറ്റീവ് നമ്പർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം റിയാക്ഷൻ ഇസ് നോൺ സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ ആ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ എന്താണ്? ഫീസിബിൾ അല്ല, നോൺ സ്പോണ്ടേനിയസ് ആ. എന്നാൽ സെയിം പ്രോബ്ലത്തിൽ ഡെൽറ്റ ജി നെഗറ്റീവ് കിട്ടിയാൽ നിങ്ങൾ പറയണം റിയാക്ഷൻ ഇസ് സ്പോണ്ടേനിയസ്. റിയാക്ഷൻ ഇസ് സ്പോണ്ടേനിയസ്. അതേസമയം ഡെൽറ്റ ജി 0 കിട്ടിയാൽ പറയണം റിയാക്ഷൻ ഇസ് അറ്റ് ഇക്വിലിബ്രിയം. റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലുള്ള ഡെൽറ്റ ജി നെഗറ്റീവ് ആണ്, റിയാക്ഷൻ ഇസ് സ്പോണ്ടേനിയസ്. ഫോർവേഡ് റിയാക്ഷൻ ഇസ് സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് എന്നാണ് പറയേണ്ടത്, ഫീസിബിൾ അല്ല എന്നർത്ഥം. ഓക്കെ ആണ്? റെഡിയല്ലേ? യെസ് മക്കളെ, ഒരൊറ്റ പ്രോബ്ലം ഇവിടെ. സ്റ്റേറ്റ് എസ് ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ നിങ്ങൾക്ക് ഓക്കെയാണ്. ബട്ട് ഇത് നോക്കും, ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ എ റിയാക്ഷൻ ഇസ് 5. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഡെൽറ്റ ജി 0? ചിലപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ 10 എന്നതായിരിക്കും ചോദിക്കുക. എൻസിആർടിയുടെ പിറകിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 10 ആണെന്ന് പറഞ്ഞിട്ട് ഡെൽറ്റ ജി 0 ചോദിക്കുന്നത്. ഒറ്റ ഫോർമുലയേ ഉള്ളൂ അതിന്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആ ഫോർമുല അപ്ലൈ ചെയ്താൽ ആൻസറിൽ എത്താവുന്നതേ ഉള്ളൂ. മക്കൾ പഠിക്കാതെ പോരുത്. സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഡെൽറ്റ ജി 0 എന്ന് പറയാം. അതും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ റിലേഷൻ ഡെൽറ്റ ജി 0 ഈക്വൽ ടു -2.303 RT log K. ഈ കെയുടെ പേരാ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. കെയുടെ പേരെന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇത് 5 എന്ന് അവിടെ തന്നെ, 10 നിന്ന് അവിടെ 10 കൊടുക്കുക, 5 നിന്ന് 5 കൊടുക്കുക. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമല്ലേ ഉള്ളൂടാ. ഇത് ചെയ്യാതെ പോരുത്, വെറുതെ മാർക്ക് ഇല്ലാണ്ടാക്കരുത്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. -2.303 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 8.314 ഇൻറ്റു ടെമ്പറേച്ചറിൻ്റെ വാല്യൂ 300 ഇൻറ്റു ലോഗ് 5 എന്ന് എഴുതാം. ലോഗ് 5 നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി. LOG 5 എന്ന് അടിക്കുക. സോ ആൻസർ ഏകദേശം 0.7 കിട്ടും. ആൻസർ ചെയ്താൽ ലോഗ് 5ൻ്റെ വാല്യൂ. സോ നിങ്ങൾക്ക് ആൻസർ എത്രയാണോ കിട്ടുന്നത് അത്രയും എഴുതി കൊടുത്താൽ മാത്രം മതി. ജൂളിലായിരിക്കും ആൻസർ ഉണ്ടാവുക. സോ ഡെൽറ്റ ജി 0 ജൂളിലായിരിക്കും, ജൂൾ പെർ മോളിലായിരിക്കും ആൻസർ ഉണ്ടാവുക. സോ ആ ആൻസർ ഒന്ന് എഴുതി കൊടുത്തേച്ചാൽ മാത്രം മതി. സോ ഡെൽറ്റ ജി 0യും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിലേഷൻ ഒന്ന് പറഞ്ഞേ. ഡെൽറ്റ ജി 0 ഈക്വൽ ടു -2.303 RT log K. റെഡിയാണ്? ഈ പ്രോബ്ലംസ് എല്ലാം ഒരു തവണ കൂടെ ചെയ്ത് നോക്കിയിട്ട് വളരെ കൃത്യതയോടെ ഒന്ന് പഠിച്ച് സെറ്റാക്കിയിട്ട് വേണം നിങ്ങൾ നാളത്തെ എക്സാമിന് വേണ്ടി പോകാൻ. ഓക്കെ, താങ്ക് യു മക്കളെ. ഓൾ ദ ബെസ്റ്റ്.